നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കാൻ താൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് എം നേതാവും ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് 24 പറഞ്ഞു. എല്ലാ കാലവും ജനപ്രതിനിധിയായി ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ. പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും, എൻ ജയരാജ് MLA പറയുന്നു. 24 മെഗാ എക്സ്ക്ലൂസീവ് വാർത്ത ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. മത്സരിച്ച് അടങ്ങുമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ മത്സര രംഗത്ത് മത്സരിക്കണമെന്ന് പോലും ഞാൻ ആവശ്യപ്പെടുകയില്ല. മാണി സാറിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മത്സരിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ എക്കാലത്ത് ഞാനിങ്ങനെ ഇതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുമെന്നുള്ള അങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങളുള്ള ഒരാളല്ല. ഞാൻ അധികാരത്തോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുവേ എനിക്കങ്ങനെ വലിയ കടുത്ത വാശിയൊന്നുമില്ല. പക്ഷെ ജനം തീരുമാനിക്കുന്ന കാര്യമാണ് ഒന്നാമത്. രണ്ട്, പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണ്. പാർട്ടി പറഞ്ഞാൽ ഞാനല്ല അതിനകത്തൊരു എന്താ പറയുക, അത് മാറി നിൽക്കാമെന്ന് പാർട്ടി പറഞ്ഞു പോയെങ്കിൽ ഞാനതോടെ അപ്പോഴേ അത് ശിരസ അത് അംഗീകരിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനിവിടെ നേരത്തെ ജനപ്രതിനിധിയായിരുന്നു. അച്ഛനുമായിട്ടുള്ള ഒരുപാട് ബന്ധവും വ്യക്തിപരമായി നിയോജകമണ്ഡലത്തിലെ ആളുകളുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കൊണ്ട് ഓരോ തവണയും ഞാൻ ജയിച്ചു വന്നു എന്ന് വെച്ചുകൊണ്ട് എല്ലാ കാലവും ഞാനിവിടെ ജനപ്രതിനിധിയായിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും വെച്ച് പുലർത്തുന്ന ഒരാളല്ല. ജോസ് കെ മാണി പാലയിൽ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണെന്ന് എൻ ജയരാജ് MLA. ഇതുമായി ബന്ധപ്പെട്ട റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണങ്ങൾ തമാശയായിട്ട് കണ്ടാൽ മതി. മുന്നണി മാറ്റം പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ലെന്നും എൻ ജയരാജ് 24നോട്. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഇതിനകത്ത്. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ തീരുമാനിക്കാനുള്ള അന്തിമമായ അധികാരവും പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. റോഷി അഗസ്റ്റിനൊരു സാന്ദർഭികമായി നമ്മൾ ഒന്നാമത് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഒരിക്കലൊരു ഫോർമലായി സംസാരിക്കാറില്ല. ഔപചാരികതകളൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, നമ്മളെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത് തന്നെ എപ്പോഴും തമാശ പറയുന്നൊരു പാർലമെൻ്ററി പാർട്ടിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കൊണ്ടും കൊടുത്തുമൊക്കെ വർത്തമാനം പറഞ്ഞ് തമാശ രൂപത്തിൽ ഞങ്ങൾ ഇടപെടുന്ന ഒരു MLA സംഘമാണ് സത്യത്തിൽ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിൻ്റെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ്. ടോബി ജോൺസൺ മറ്റു വിവരങ്ങൾ നൽകും. ടോബി, ഗുഡ് മോർണിംഗ്. ശരിക്കും എൻ ജയരാജ് വേണമെങ്കിൽ മാറി നിൽക്കാം എന്നതിൻ്റെ പറയുന്നത് കാരണം അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റ് നൽകില്ല എന്ന സൂചന എന്തെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടായോ? ഗുഡ് മോർണിംഗ് SKN. അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും ജയരാജിന് തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജ് അല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത നിലവിൽ കേരള കോൺഗ്രസ് എമ്മിനില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം തുടർച്ചയായി മത്സരിച്ചു വരികയാണ്. 2006 മുതൽ 4 തവണ തുടർച്ചയായി കാഞ്ഞിരപ്പള്ളിയുടെ ജനപ്രതിനിധിയായി അദ്ദേഹം മാറി. മുന്നണി മാറിയിട്ടും അദ്ദേഹം തന്നെയാണ് വിജയിച്ചത്. 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. എന്തായാലും ഇത്തവണയും അദ്ദേഹം മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് അങ്ങനെ വലിയ പിടിവാശിയോ അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല, വേണമെങ്കിൽ മാറി നിൽക്കാൻ താൻ തയ്യാറാണ്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ മാത്രമേ താൻ മത്സരിക്കൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് മരിക്കുന്നത് വരെ ജനപ്രതിനിധിയായിരിക്കാം എന്നൊന്നും താൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പോലും അപ്രതീക്ഷിതമായിട്ടാണ്. KM മാണി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് താൻ ആ രാഷ്ട്രീയത്തിലേക്ക് അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഇറങ്ങി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറി നിൽക്കണമെങ്കിൽ താൻ മാറി നിൽക്കാൻ തയ്യാറാണ്. വലിയ പിടിവാശി ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. SKNക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. സാധാരണ രാഷ്ട്രീയക്കാരെ കൂട്ടൊന്നുമല്ല. വളരെയധികം സൗമ്യനായി ജനങ്ങളോടൊക്കെ വളരെ അടുത്ത് ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ വിജയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നേടാനും സാധിക്കുന്നത്. ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും അദ്ദേഹത്തിന് തന്നെയാണ്. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്, ജോസ് കെ മാണിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. പുതുതലമുറയ്ക്ക് വേണ്ടി വേണമെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് നിലവിലെ ചീഫ് വിപ്പ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിലപാടുകൾ മറ്റാരെങ്കിലും പറയുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രാഷ്ട്രീയക്കാരൊക്കെ സീറ്റിന് വേണ്ടി ഇടിച്ചിടിച്ച് മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് ഒരു ജനപ്രതിനിധി, ഒരു ചീഫ് വിപ്പ് തന്നെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ റോഷിയോട് ചോദിച്ചപ്പോൾ അത് വലിയ വിവാദമായി. എന്നാൽ എൻ ജയരാജിനോട് ആ കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടത് ജോസ് കെ മാണി തന്നെയാണ്. അദ്ദേഹമാണ് അക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം പറയേണ്ടത്. MLA മാരുടെ അടക്കം കാര്യത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നതിൽ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ എൻ ജയരാജ ടോബി പറഞ്ഞ പോലെ വളരെ സിംപ്ലിസിറ്റി ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ MLA മാർക്കുള്ള ക്യാൻറ്റീനിൽ വെച്ചാണ്.
അപ്പോൾ ഞങ്ങൾ എന്നിട്ട് സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ കയറി വന്നു. നമുക്കെതിരെ അദ്ദേഹം ഇരുന്ന് ഒരു ചായ കോഫി എന്തോ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറേ നേരം സംസാരിച്ചിട്ടും ഇതാണ് എൻ ജയരാജൻ എന്ന് എനിക്ക് മനസ്സിലായതേയില്ല. അത്ര സിമ്പിളായിട്ട് പെരുമാറുന്നു. അവിടുത്തെ ഒരു സാധാരണ ഒരു ഓട്ടോ തൊഴിലാളി സംസാരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ആരാണെന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയില്ല. ഇദ്ദേഹം ആരൊക്കെയോ ആണ് എന്നെനിക്ക് മനസ്സിലായി. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന് എന്നെ ഏഷ്യാനിൽ എന്തോ കണ്ട് പരിചയമുണ്ട് തന്നെ. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാ കക്ഷി എന്ന് ചോദിച്ചപ്പം ഇദ്ദേഹമാണ് എൻ ജയരാജ് MLA എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തു പോലും. കാര്യം ഏതാണ്ട് ഒരു 45 മിനിറ്റോളം അദ്ദേഹം നമുക്കെതിരെ ഇരുന്ന് സംസാരിച്ചിട്ടും അദ്ദേഹം ഒരു നിയമസഭാ അംഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത്ര ലാളിത്യത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത്. താങ്ക് യു ശ്രീ എൻ ജയരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.